ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ചിക്കൻ മന്തിയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ മന്തി. നമ്മൾ ആദ്യമേ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 2 ഉണക്കനാരങ്ങ, 2 ബേ ലീവ്സ്, 3-4 കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വെട്ടി തിളയ്ക്കട്ടെ. അതിനുശേഷം ഞാനിവിടെ ഒരു 4 കപ്പ് ബസ്മതി അരി എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് നല്ലപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നാരങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അരി ഒരു 80% വരെ വേവിക്കുക. ഇനി നമ്മൾ ചിക്കന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. ചെറിയ മിക്സി ജാർ എടുത്ത് അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തേക്കുന്ന കോൺ ഓയിലാണ്. അതുകൂടെ ഇട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഒരു കടായിലോട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇടാം. ഇതിൽ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം. മസാല അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, മസാല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് കൂടെ ഇട്ട് പൊടിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ തീ കത്തിച്ച് അതൊന്ന് വേവാൻ വെക്കാം, അടച്ച് വെക്കാം. ഇതൊരു 10 മിനിറ്റോളം നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു 2 ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു 4 സവാള അരിഞ്ഞത്, പിന്നെ ഒരു പിടി മല്ലിയിലയും പുതിന ഇലയും കൂടെ അരിഞ്ഞത് കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ തിരിച്ചിടാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഇപ്പോൾ അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. 80% ഇത് വെന്തിട്ടുണ്ട്. ഈ അരി നമ്മൾ വാർക്കാം. അപ്പം നമ്മൾ അരി വാർത്ത് വെച്ച അരിയാണെങ്കിൽ ഈ ചിക്കൻ ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തോന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ ഈ മിക്സിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന അരിയും കൂടെ ഇട്ട് റൈസ് കൂടി ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ ഒരു 3-4 പച്ചമുളക് കൂടെ കുത്തി നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇത് ദം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സിൽവർ ഫോയിൽ വെച്ച് അടച്ച് വെച്ച് വെരി ലോ ഫ്ലെയിമിൽ നമ്മളൊരു 10 മിനിറ്റോളം ദം ചെയ്തെടുക്കുക. നമ്മളിത് 10 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞ് ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മന്തിയാണ്. എപ്പോഴേലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം നമുക്ക്. ഞാനൊരു ചോപ്പറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില, 2 വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, 2 വലിയ തക്കാളി കൂടെ അരിഞ്ഞ് നമ്മൾ ഈ ചോപ്പറിലേക്ക് ഇടാം.
ഇതിലേക്ക് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. സവാള വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, അല്പം ഉപ്പൂടിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഒരു കടിക്കുന്ന രീതിയിൽ, തക്കാളിയൊക്കെ കടിക്കുന്ന രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാം. മന്തിയുടെ സ്പെഷ്യൽ ഐറ്റം ഹമ്മൂസ് ഉണ്ടാക്കുന്നത് വന്നിട്ട് ഞാൻ തലേദിവസം ഒരു കപ്പ് വെള്ളക്കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മളൊരു മിക്സി ജാറിലിട്ട് വേവിച്ച കടലയും 2-3 വെളുത്തുള്ളിയും അല്പം ഉപ്പും ഈ തഹിനി പേസ്റ്റ് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, എള്ള അരച്ചത്, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് ഒലിവ് ഓയിലൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഹമ്മൂസ് റെഡി. Very nice, very tasty, super. Very tasty. Yes. Anybody food?